സംഗീതം ആസ്വദിക്കാനാവാത്ത മനുഷ്യരുണ്ടോ? അതെ, സംഗീതം ഏതു മനസ്സുകളെയും ആർദ്രമാക്കുന്നു. താള സ്വരലയങ്ങളുടെ വിസ്മയ ലോകത്തേക്ക് അത് ശ്രോതാവിനെ കൂട്ടിക്കൊണ്ടുപോകുന്നു. അത് ഭക്തി തുളുമ്പുന്ന ആത്മീയ ഗീതങ്ങളാകുമ്പോഴോ എത്രയധികമാകും ശ്രോതാവിൻ്റെ അനുഭൂതി. അതെ, നിങ്ങൾ കാത്തിരുന്ന ആത്മീയത നിറഞ്ഞു തുളുമ്പുന്ന അതിസുന്ദര ഗാനങ്ങളുമായി ഇടയഗീതം. ആരാധനയ്ക്കേറ്റം യോഗ്യനായവനേ, നിങ്ങളുടെ ലണ്ടൻ മലയാളം റേഡിയോയിൽ എല്ലാ ഞായറാഴ്ചയും ഉച്ചയ്ക്ക് 12 മണി മുതൽ 1 മണി വരെ ഇടയഗീതം. ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ട മോനെ മോളെ, സുഖാണോ? ഹാപ്പിയാണോ? ഞാൻ മാത്യു. സുഖമായിട്ടിരിക്കുന്നു, ഹാപ്പിയായിട്ടിരിക്കുന്നു. ഇടയഗീതത്തിലേക്ക് നിങ്ങളെല്ലാവരെയും വലിയ സ്നേഹത്തോടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾക്ക് ദൈവത്തിൻ്റെ എല്ലാവിധ അനുഗ്രഹവും സ്നേഹവും കരുണയും അഭിഷേകവും ധാരാളമായിട്ടുണ്ടാകട്ടെ. നിങ്ങൾക്ക് നല്ലൊരു ഞായറാഴ്ച ആശംസിക്കുന്നു. ദൈവവചനവും നല്ല മനോഹരമായ ഗാനങ്ങളുമുള്ള ഈ ഇടയഗീതം കേൾക്കുന്ന നിങ്ങളെ എല്ലാവരും ഞാൻ ഒത്തിരി നന്ദിയോടെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് ധാരാളം ദൈവത്തിൻ്റെ കൃപ ഉണ്ടാകട്ടെ. എല്ലാ ഞായറാഴ്ചയും നിങ്ങളിത് കേൾക്കണം. ഒത്തിരി സന്തോഷമുണ്ട്. ഓരോ ഞായറാഴ്ചയും ഓഡിയൻസിൻ്റെ എണ്ണം വർദ്ധിക്കുന്നതിൽ ദൈവത്തിനെ ഞാൻ നന്ദി പറയുന്നു, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. നമുക്ക് ഇന്ന് ഈ ഇടയഗീതത്തിലേക്ക് ആദ്യമേ നമ്മൾ ചിന്തിക്കുന്നത് രോഗസൗഖ്യം, അതിൻ്റെ കാര്യവും കാരണവും. രോഗം പലർക്കും പല വിധത്തിലാണ് ഉണ്ടാകുന്നത്. പലപ്പോഴും ആ രോഗിയുടെ തെറ്റുകൊണ്ടല്ല രോഗം വരുന്നത്. എന്നാൽ ചില സാഹചര്യങ്ങളിൽ രോഗിയുടെ തെറ്റുമൂലവും പാപത്തിന്റെ ഫലമായിട്ടും വരാറുണ്ട്. എന്നാൽ എല്ലാം പാപത്തിന്റെ ഫലമല്ല, തെറ്റ് കാരണമല്ല. എങ്ങനെയായിക്കോട്ടെ, രോഗം വന്നു കഴിഞ്ഞാൽ ഉദാസീനരാകാതെ നമ്മൾ പ്രാർത്ഥിക്കണം, ഡോക്ടറെ കാണണം, മരുന്ന് കഴിക്കണം. ഇതൊക്കെ എല്ലാം ദൈവത്തിന്റെ മാർഗം തന്നെയാണ്. ചിലരുടെ രോഗം പ്രാർത്ഥന വഴി മാറും, അത് ദൈവത്തിന്റെ ഇഷ്ടം. ചിലരുടെ രോഗം മാറുന്നത് ഓപ്പറേഷനിലൂടെയോ ചികിത്സയിലൂടെയോ ആയിരിക്കും. വൈദ്യനെ കൽപ്പിച്ചതും ദൈവമാണ്. അപ്പോൾ വൈദ്യനിലൂടെ ചികിത്സ ഫലിക്കണമെങ്കിൽ ദൈവത്തിന്റെ അനുഗ്രഹം വേണം. അപ്പം ഇത് രണ്ടും വേണം, പ്രാർത്ഥനയും വേണം, മരുന്നും വേണം, അല്ലെങ്കിൽ ചികിത്സയും വേണം. പലപ്പോഴും ദൈവം ശാസ്ത്രത്തെ ഉപയോഗിക്കും തൻ്റെ പദ്ധതിക്കായിട്ട്, അല്ലെങ്കിൽ തനിക്ക് പ്രവർത്തിക്കാനായിട്ട്. അപ്പോൾ ഒന്നിനെയും തള്ളിക്കളയേണ്ട, പ്രാർത്ഥനയും തള്ളിക്കളയേണ്ട, മരുന്നിനെയും സയൻസിനെയും തള്ളിക്കളയേണ്ട. എല്ലാം ദൈവമഹത്വത്തിനായിട്ട് നമുക്ക് ഉപയോഗിക്കാം, എല്ലാം നന്മയ്ക്കായിട്ട് ഉപയോഗിക്കാം. നമുക്ക് ബൈബിളിലൂടെ കടന്നു പോകുമ്പോൾ പല സ്ഥലത്തും യേശുക്രിസ്തു രോഗസൗഖ്യം കൊടുത്തത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്നാൽ ഇന്ന് പലപ്പോഴും മനുഷ്യന് ദൈവത്തിൽ അത്ര വിശ്വാസമില്ലാതെ, ദൈവവചനത്തിൽ വിശ്വാസമില്ലാതെ, പലപ്പോഴും ശാസ്ത്രത്തിൽ മാത്രം വിശ്വാസം വയ്ക്കുന്ന ആൾക്കാർക്ക് പ്രാർത്ഥനയിലൂടെയോ ധ്യാനത്തിലൂടെയോ അല്ലെങ്കിൽ വിശുദ്ധ കുർബാന സ്വീകരണത്തിലൂടെയോ ഒക്കെ ക്ഷമിക്കുന്നതിലൂടെയൊക്കെ രോഗസൗഖ്യം കിട്ടുമ്പോഴത്തേക്ക് അതിനത്ര അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അവർ നമ്മളൊന്നും പറയുന്നില്ല. അത് പിന്നീട് ദൈവം അവർക്ക് അവസരം കൊടുത്തോളും. ദൈവത്തിൻ്റെ സ്നേഹവും ദൈവത്തിൻ്റെ അത്ഭുതം പ്രവർത്തിക്കാനുള്ള കഴിവും രോഗസൗഖ്യം കൊടുക്കാനുള്ള കഴിവൊക്കെ പിന്നീട് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഞാൻ 1-2 വചനഭാഗങ്ങളിൽ ഒരു റെഫറൻസിനായിട്ട് നിങ്ങളുടെ അടുത്ത് പറയുകയാണ്. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ ചില ഭാഗത്ത് യേശുക്രിസ്തു ചെയ്ത രോഗശാന്തി, അതിൻ്റെ പിന്നിലുള്ള കാരണങ്ങളും നമുക്ക് സൂക്ഷിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. നിങ്ങളുടെ ശ്രദ്ധയിലേക്കായിട്ട് ഞാൻ ചില വചനഭാഗങ്ങൾ ഒന്ന് പറയുകയാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായത്തിൽ ഇങ്ങനെ ഒരു സംഭവം കാണുകയാണ്. യേശു മലയിൽ നിന്നും ഇറങ്ങി വന്നപ്പോൾ വലിയ ജനക്കൂട്ടം അവനെ അനുഗമിച്ചു. അപ്പോൾ ഒരു കുഷ്ഠരോഗി അടുത്തു വന്ന് താണു വണങ്ങിക്കൊണ്ട് അവനോട് പറഞ്ഞു, കർത്താവേ, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. യേശു കൈനീട്ടി അവനെ സ്പർശിച്ചുകൊണ്ട് അരുളി ചെയ്തു, എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധി വരട്ടെ. തൽക്ഷണം കുഷ്ഠം മാറി അവന് ശുദ്ധി വന്നു. യേശു അവനോട് പറഞ്ഞു, നീ ഇത് ആരോടും പറയരുത്. പോയി നിന്നെ തന്നെ പുരോഹിതനെ കാണിച്ചു കൊടുക്കുകയും മോശ കൽപ്പിച്ചിട്ടുള്ള കാഴ്ച ജനത്തിന്റെ സാക്ഷ്യത്തിനായി സമർപ്പിക്കുകയും ചെയ്യാം. ഈ ഭാഗത്ത് പ്രത്യേകിച്ച് കാരണമൊന്നും പറയുന്നില്ല. കുഷ്ഠരോഗം അന്നത്തെ കാലഘട്ടത്തിൽ ഒരു പകർച്ചവ്യാധിയായിട്ട് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് വന്നുകൊണ്ടിരുന്നതാണ്. അപ്പോൾ എന്തെങ്കിലും ആയിക്കോട്ടെ, അയാളുടെ ശുദ്ധിയുടെ കുറവോ അല്ലെങ്കിൽ ആ രോഗത്തിന്റെ പകരാനുള്ള ശക്തി കാരണമോ ഒരു പാവം മനുഷ്യന് കുഷ്ഠരോഗം വന്നു. പക്ഷെ അയാള് ആ രോഗം വന്നതിന് ദൈവത്തെ പഴിച്ചുകൊണ്ടോ അല്ലെങ്കിൽ സമൂഹത്തെ പഴിച്ചുകൊണ്ടോ, തന്നെ പുറത്താക്കിയ വൈദികനെയും തന്നെ പുറത്താക്കിയ കല്ലെറിയാൻ ഓടിച്ച ജനത്തെയോ കുറ്റം വിധിക്കാതെ, ഒരുപക്ഷെ കുറ്റം വിധിച്ചിട്ടുണ്ടാകാം, പരാതി പറഞ്ഞിട്ടുണ്ടാകാം, പക്ഷെ അതിവിടെ പറയുന്നില്ല. എന്തെങ്കിലും ആയിക്കോട്ടെ, പക്ഷെ അയാള് യേശുവിന്റെ അടുത്തേക്ക് വരികയാണ്.
തന്റെ രോഗം മാറുവാനായിട്ട്. അപ്പൊ ഇതിൽ നമ്മൾ പഠിക്കേണ്ടതാണ്, നമ്മുടെ ജീവിതത്തിൽ ഏതെല്ലാം രോഗം വന്നാലും ഏതെല്ലാം വിധത്തിലായിക്കോട്ടെ, നമ്മുടെ തെറ്റുകൊണ്ടോ നമ്മുടെ ശ്രദ്ധയില്ലായ്മ കൊണ്ടോ ശുദ്ധിയില്ലായ്മ കൊണ്ടോ നന്നായിട്ട് കുളിക്കാതെയും പല്ല് തേക്കാതെയും വസ്ത്രം മാറാതെയും അല്ലെങ്കിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള വിറ്റാമിനുകളുള്ള ഭക്ഷണ സാധനങ്ങളൊന്നും കഴിക്കാതെ രോഗപ്രതിരോധ ശേഷിയുടെ കുറവ് കൊണ്ടോ അല്ലെങ്കിൽ രോഗപ്രതിരോധ ശേഷിക്ക് വേണ്ട ഇഞ്ചക്ഷനുകളൊക്കെ എടുക്കാത്തതിന്റെ കുറവ് കൊണ്ടോ അല്ലെങ്കിൽ അതിന് ഉപയോഗിക്കുന്ന സൂചികളുടെയൊക്കെ പ്രോപ്പറായിട്ടുള്ള സ്റ്റെറിലൈസേഷൻ ഇല്ലാത്തത് കൊണ്ടോ ഒക്കെ നമുക്ക് രോഗം വന്നു കഴിഞ്ഞാൽ നമ്മൾ മടി പിടിച്ചിരിക്കാതെ കർത്താവിന്റെ അടുത്ത് പ്രാർത്ഥിക്കണം. കർത്താവെ, നീ എന്നെ സുഖപ്പെടുത്തണേ, ഈ രോഗം നീ എടുത്തു മാറ്റണമേ എന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അതിനാവശ്യമായിട്ടുള്ള ഒരു പ്രാർത്ഥനയും അതിനാവശ്യമായിട്ടുള്ള വേണ്ട ഒരുക്കങ്ങളും നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ദൈവം നമ്മുടെ കാര്യത്തിൽ ഇടപെടും, നമ്മളെ സുഖപ്പെടുത്തും. ഇവിടെ യേശുക്രിസ്തു ആ വ്യക്തിയെ സുഖപ്പെടുത്തിയിട്ട് പറയുകയാണ്, നീ ഇത് ആരോടും പറയണ്ട, പോയി നിന്നെ തന്നെ പുരോഹിതന് കാണിച്ചു കൊടുക്കുക. മോശ പറഞ്ഞിരിക്കുന്ന എന്ന് വെച്ചാൽ ദൈവം മോശയിലൂടെ കൊടുത്തിരിക്കുന്ന ദൈവത്തിന്റെ വചനപ്രകാരമുള്ള കാഴ്ച ജനത്തിന്റെ സാക്ഷ്യത്തിനായിട്ട് സമർപ്പിക്കുക. അല്ല നിന്റെ പാപത്തിന്റെ പരിഹാരത്തിനോ അല്ലെങ്കിൽ നീ ചെയ്ത നിന്റെ തെറ്റിന്റെ പ്രായച്ചിത്തായിട്ടോ അല്ലെങ്കിൽ നീ എന്തെങ്കിലും ഒരു പകരം എന്തെങ്കിലും ചെയ്യുക എന്നുള്ള രീതിയിലല്ല. ഇത് ജനത്തിന്റെ സാക്ഷ്യത്തിനായിട്ട് ദൈവവചനം അനുസരിക്കുന്ന നല്ലൊരു മാതൃക നീ കാണിക്കുക. അതുകൂടാതെ പുരോഹിതനാണ് അന്ന് ഒരു ദൈവജനത്തെ അല്ലെങ്കിൽ ഒരു ദൈവത്തിന്റെ മോനെ മോളെ അവർക്ക് എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് കുഷ്ഠരോഗം പോലെയുള്ള രോഗം വന്ന് സമൂഹത്തിൽ നിന്ന് പുറത്താക്കി കഴിഞ്ഞാൽ തിരിച്ചെടുക്കുവാനായിട്ടും മോസസിലൂടെ ദൈവം കൊടുത്ത ദൈവവചന പ്രകാരമുള്ള ശുദ്ധീകരണത്തിന് വേണ്ടിയുള്ള പ്രോസസ്സിംഗ് ഒക്കെ ചെയ്യാൻ അധികാരപ്പെട്ട വ്യക്തി, ആ വ്യക്തിയിലൂടെ മാത്രമേ തിരിച്ച് സമൂഹത്തിലേക്ക് കയറാൻ പറ്റത്തുള്ളൂ. അപ്പൊ ആ സൊസൈറ്റിയിലേക്ക് തിരിച്ച് കയറുവാൻ വേണ്ടി ആ ആളെ പോയി കാണുവാനും ഈശോ കൽപ്പിക്കുന്നു. അപ്പൊ ഈശോ അവരെ എല്ലാം റെസ്പെക്ട് ചെയ്യുന്നു. ഒന്ന് പുരോഹിതൻ വൈദ്യനോട് കൂടിയാണ് പലപ്പോഴും. അപ്പോൾ അന്നത്തെ ആ സിസ്റ്റത്തെയും ആ ദൈവം തന്നെ ഈശോ തന്നെ വചനമായിരുന്നു കൊണ്ട് ദൈവത്തിലൂടെ കൊടുത്ത വചനം പാലിക്കാനായിട്ട് അനുസരിക്കുവാനായിട്ട് പറയുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെയൊക്കെ ജീവിതത്തിൽ പല കാര്യങ്ങളും ദൈവം ചെയ്തു കഴിയുമ്പോൾ നമ്മൾ നന്ദിപൂർവ്വം ദൈവത്തിന് ബലിയർപ്പിക്കുക, നമ്മളെ തന്നെ സമർപ്പിക്കുക, നന്ദി പറഞ്ഞുള്ള ഒരു ജീവിതം സാക്ഷ്യ ജീവിതമായിരിക്കണം. ഇതിലൂടെ മറ്റുള്ളവരുടെ ദൈവത്തിലുള്ള വിശ്വാസം വർദ്ധിക്കാനിടയാവും. പല സാക്ഷ്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ സാക്ഷ്യം നന്നായിട്ടാ പറയുന്നെങ്കിൽ, ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ടാണ് പറയുന്നതെങ്കിൽ, ദൈവത്തിന്റെ സ്നേഹത്തെ പറ്റിയാണ് പറയുന്നതെങ്കിൽ, അത് മറ്റുള്ളവർക്ക് ദൈവമുണ്ടെന്നും ദൈവം സ്നേഹിക്കുന്നുണ്ടെന്നും ദൈവം സൗഖ്യപ്പെടുത്തുന്നവനാണെന്നും മറ്റുള്ളവർക്ക് അവരുടെ ഉള്ളിലുള്ള സംശയമൊക്കെ മാറി നല്ല വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അപ്പൊ ഈ പറഞ്ഞ ബൈബിളിലുള്ള ഈ ഒരു സംഭവത്തെ നമുക്ക് ഇപ്പോൾ ഈ ഇടയഗീതം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെയൊക്കെ ദൈവവിശ്വാസം വർദ്ധിക്കാൻ ഇടയാകട്ടെ. നിങ്ങൾ ഏതെങ്കിലും രോഗം മൂലം കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ദൈവം ഇടപെടട്ടെ, നിങ്ങൾക്ക് സൗഖ്യം തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക. എന്നെ തേടി വന്ന യേശുനാഥൻ കൈപിടിച്ചുയർത്തി കണ്ണിൽ ചേർത്തു നിർത്തി സ്നേഹമോടെ ഉമ്മ വച്ചുണർത്തി എന്നെ പേര് ചൊല്ലി വിളിച്ചു. അറിയാതെ കണ്ണു നീ വന്നു, ഇനി വീതിയില്ല നാടാ, വാഴ്ത്തുന്നു നിന്റെ നാമം. എന്നെ തേടി വന്ന യേശുനാഥൻ കൈപിടിച്ചുയർത്തി കണ്ണിൽ ചേർത്തു നിർത്തി സ്നേഹമോടെ ഉമ്മ വച്ചുണർത്തി എന്നെ പേര് ചൊല്ലി വിളിച്ചു. അറിയാതെ കണ്ണു നീ വന്നു, ഇനി വീതിയില്ല നാഥാ, വാഴ്ത്തുന്നു നിന്റെ നാമം. എന്നെ തേടി വന്ന യേശുനാഥൻ കൈപിടിച്ചുയർത്തി. എന്നെ തന്നെ ഞാൻ ഉള്ളിൽ പൂജിച്ചിന്നോളം മണ്ണിൽ തന്നെ എൻ ലക്ഷ്യം നേടാമെന്നോർത്തു. ഭോഗവസ്തുക്കൾ മാത്രം നിത്യമെന്നോതി ആത്മജീവിതം പാടെ വിസ്മരിച്ചു ഞാൻ. തമസിൽ സുഖം തേടി മനസ്സിൻ അകം ശൂന്യം, അലിവിൻ സ്വരം കേൾക്കാൻ തിരിഞ്ഞു വചനമാർഗേ. അനുതാപ കണ്ണീർ വീട്ടി കരയുമ്പോൾ ഈശോ വന്നെന്നിൽ
എന്നെ തേടി വന്ന യേശുനാഥൻ കൈപിടിച്ചുയർത്തി തന്നിൽ ചേർത്തു നിർത്തി സ്നേഹമോടെ ഉമ്മ വെച്ചുണർത്തി എന്നെ പേര് ചൊല്ലി വിളിച്ചു. അറിയാതെ കണ്ണുനീർ വന്നു, ഇനി ഭീതിയില്ല നാഥ, വാഴ്ത്തുന്നു നിന്റെ നാമം. ആരെല്ലാം എന്നെ തള്ളി പറഞ്ഞിടിലും ഈശോ എന്നാളും എന്റെ കൂടെയുണ്ടല്ലോ. രാവണഞ്ഞാലും സൂര്യനസ്തമിച്ചാലും ദീപമായെന്നും മുന്നിൽ നീയുദിക്കുന്നു. അറിവിൻ വരം ചൊരിയൂ, കനിവിൻ കരം നൽകൂ, ഹൃദയം സദാ സമയം തുടിക്കും നന്ദിയോടെ. അഭിമാനം കൊള്ളും ഞാൻ ഈശോയിൽ മാത്രം നാളും. എന്നെ തേടി വന്ന യേശുനാഥൻ കൈപിടിച്ചുയർത്തി തന്നിൽ ചേർത്തു നിർത്തി സ്നേഹമോടെ ഉമ്മ വച്ചുണർത്തി എന്നെ പേര് ചൊല്ലി വിളിച്ചു. അറിയാതെ കണ്ണുനീർ വന്നു, ഇനി ഭീതിയില്ല നാഥ, വാഴ്ത്തുന്നു നിന്റെ നാമം. എന്നെ തേടി വന്ന യേശുനാഥൻ കൈപിടിച്ചുയർത്തി തന്നിൽ ചേർത്തു നിർത്തി സ്നേഹമോടെ ഉമ്മ വച്ചുണർത്തി. പെറ്റമ്മ മറന്നാലും മറക്കാത്ത സ്നേഹമേ, ക്രൂശിതനായവനേ, നീ എന്നാശ്രയം. എല്ലാരും എന്നെ പിരിഞ്ഞപ്പോൾ, ആലംബമില്ലാതലഞ്ഞപ്പോൾ, ഒറ്റയ്ക്കിരുന്നു കരഞ്ഞപ്പോൾ, നീ എൻ്റെ ആശ്വാസധാരയായി വന്നു. ഒറ്റയ്ക്കിരുന്നു കരഞ്ഞപ്പോൾ, നീ എൻ്റെ ആശ്വാസധാരയായി വന്നു. പെറ്റമ്മ മറന്നാലും മറക്കാത്ത സ്നേഹമേ, ക്രൂശിതനായവനേ, നീ എന്നാശ്രയം. എൻ പ്രിയരെല്ലാം എന്നെ വെറുത്തു, ആഴമേറും മുറിവുകൾ എന്നിൽ നൽകി. ഞാൻ ചെയ്യാത്ത കുറ്റം ചുമത്തി എൻ മനസ്സിൽ ഒരുപാടു വേദനയേകി. നൊമ്പരത്താൽ എൻ്റെ ഉള്ളം പുകഞ്ഞു, നീറും നിരാശയിൽ തേങ്ങി. അപ്പോൾ നീ എൻ്റെ കാതിൽ പറഞ്ഞു, നിന്നെ ഞാൻ കൈവെടിയില്ല. അപ്പോൾ നീ എൻ്റെ കാതിൽ പറഞ്ഞു, നിന്നെ ഞാൻ കൈവെടിയില്ല. പെറ്റമ്മ മറന്നാ
വന്നാലും മറക്കാത്ത സ്നേഹമേ, ക്രൂശിതനായവനേ, നീ എന്നാശ്രയം. നിൻ വചനങ്ങളെത്രയോ സത്യം, ഈ ലോകത്തിൻ മായാവിലാസങ്ങൾ വ്യർത്ഥം. ഞാൻ നിന്നോടു ചേരട്ടെ നാഥ, നീയാണല്ലോ എന്നെ മറക്കാത്ത സ്നേഹം. തോരാത്ത കണ്ണീരുമായ്ക്കും യേശുവിൻ കുരിശോടു ചേർന്നു ഞാൻ നിന്നു. അപ്പോൾ അവൻ എന്നെ വാരിപ്പുണർന്നു, വാത്സല്യ ചുംബനമേകി. അപ്പോൾ അവൻ എന്നെ വാരിപ്പുണർന്നു, വാത്സല്യ ചുംബനമേകി. പെറ്റമ്മ മറന്നാലും മറക്കാത്ത സ്നേഹമേ, ക്രൂശിതനായവനേ, നീ എന്നാശ്രയം. എല്ലാരും എന്നെ പിരിഞ്ഞപ്പോൾ, ആലംബമില്ലാതലഞ്ഞപ്പോൾ, ഒറ്റയ്ക്കിരുന്നു കരഞ്ഞപ്പോൾ, നീ എൻ്റെ ആശ്വാസധാരയായി വന്നു, ആശ്വാസധാരയായി വന്നു. ഇനി മറ്റൊരു സംഭവത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരികയാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായത്തിൽ 5-ാമത്തെ തിരുവചനം തൊട്ട് ഉള്ളൊരു സംഭവമാണ്. യേശു കഫർനാമിൽ പ്രവേശിച്ചപ്പോൾ ഒരു ശതാധിപൻ അവന്റെ അടുക്കൽ വന്ന് യാചിച്ചു, കർത്താവേ, എന്റെ ഭൃത്യൻ തളർവാദം പിടിപെട്ട് കഠിന വേദന അനുഭവിച്ച് വീട്ടിൽ കിടക്കുന്നു. യേശു അവനോട് പറഞ്ഞു, ഞാൻ വന്ന് അവനെ സുഖപ്പെടുത്താം. അപ്പോൾ ശതാധിപൻ പ്രതിവദിച്ചു, കർത്താവേ, നീ എന്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. നീ ഒരു വാക്ക് ഉച്ചരിച്ചാൽ മതി, എന്റെ ഭൃത്യൻ സുഖപ്പെടും. ഞാനും അധികാരത്തിന് കീഴ്പ്പെട്ടവനാണ്, എന്റെ കീഴിലും പടയാളികളുണ്ട്. ഒരുവനോട് പോകുക എന്ന് പറയുമ്പോൾ അവൻ പോകുന്നു, അവനോട് വരിക എന്ന് പറയുമ്പോൾ അവൻ വരുന്നു. എന്റെ ദാസനോട് ഇത് ചെയ്യുക എന്ന് പറയുമ്പോൾ അവൻ അത് ചെയ്യുന്നു. യേശു ഇത് കേട്ട് ആശ്ചര്യപ്പെട്ട് തന്നെ അനുഗമിച്ചിരുന്നവരോട് പറഞ്ഞു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഇതുപോലുള്ള വിശ്വാസം ഇസ്രായേലിൽ ഒരുവനിൽ പോലും ഞാൻ കണ്ടിട്ടില്ല. വീണ്ടും ഞാൻ നിങ്ങളോട് പറയുന്നു, കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും നിരവധി ആളുകൾ വന്ന് അബ്രഹാത്തോടും ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടെ ദൈവരാജ്യത്തിൽ വിരുന്നിനിരിക്കും. രാജ്യത്തിന്റെ മക്കളാകട്ടെ പുറത്തുള്ള അന്ധകാരത്തിലേക്ക് എറിയപ്പെടും. അവിടെ വിലാപവും പല്ലുകടിയുമായിരിക്കും. യേശു ശതാധിപനോട് പറഞ്ഞു, പൊയ്ക്കൊള്ളുക, നീ വിശ്വസിച്ചത് പോലെ തന്നെ നിനക്ക് ഭവിക്കട്ടെ. ആ സമയത്ത് തന്നെ ഭൃത്യൻ സുഖം പ്രാപിച്ചു. ഒരു മനോഹരമായ സംഭവം. അപ്പൊ അന്നത്തെ കാലഘട്ടത്തിൽ ഈ ശതാധിപൻ എന്ന് പറയുന്ന ഒരാള് ഇത്രയും പേര് അല്ലെങ്കിൽ 100 പേരുടെ അധിപതിയായിരിക്കുന്ന ഒരാള്, ആ ആള് വന്ന് തന്റെ കീഴിലുള്ള ഒരു ഭൃത്തിന് വേണ്ടി യേശുക്രിസ്തുവിന്റെ അടുത്ത് മധ്യസ്ഥം പറയുകയാണ്, മധ്യസ്ഥം പ്രാർത്ഥിക്കുകയാണ്. ഇന്നത്തെ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അപൂർവമായിട്ട് നടക്കുന്ന ഒരു സംഭവമാണ്. കാരണം പൊതുവെ പട്ടാളക്കാര് പരിക്കന്മാരാണ്, അവരുടെ മേലാളന്മാരും പൊതുവെ കഠിനഹൃദയരാണ്. പ്രത്യേകിച്ച് തന്റെ കീഴിൽ നിൽക്കുന്നവരോടൊക്കെ അത്ര ദയോടെ സ്നേഹത്തോടെ പെരുമാറുക എന്ന് പറയുന്നത് അത്ര ഒരു നാച്ചുറലായിട്ട് നടക്കുന്ന സംഭവമല്ല. അപ്പൊ അത് തന്നെ യേശുവിനെ വളരെ അത്ഭുതപ്പെടുത്തി. കാരണം ഒരു ശതാധിപൻ, ആ ആള് വന്നിച്ചും തന്റെ കീഴിൽ നിൽക്കുന്ന ഒരു പട്ടാളക്കാരൻ സുഖമില്ലാതെ കിടക്കുമ്പോൾ അയാളെ സുഖപ്പെടുത്താൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു.
അതുകൂടാതെ തന്നെ അയാൾക്ക് യേശുവിലുള്ള വിശ്വാസവും, ഇത് ദൈവത്തിന്റെ പുത്രനാണ്, ഈ യേശുവിന് എന്റെ ഭൃത്യനെ സുഖപ്പെടുത്താനുള്ള കഴിവുണ്ട് എന്നുള്ള വിശ്വാസം. കൂടെ നടക്കുന്ന അനേകം അത്ഭുത പ്രവൃത്തികളൊക്കെ കാണുകയും ചെയ്തവർക്ക് അത്ര വിശ്വാസം തോന്നില്ല. അന്നത്തെ ഭക്തജനങ്ങൾക്ക് ദൈവത്തിൽ വിശ്വസിക്കുകയും മോസസിലൂടെ കൊടുത്ത വചനങ്ങളൊക്കെ അനുസരിക്കാൻ വേണ്ടി പാടുപെടുകയും ദൈവത്തെ പ്രഘോഷിക്കുകയും ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുകയും രക്ഷകനെ കാത്തിരിക്കുകയും ചെയ്യുന്ന ആൾക്കാർക്ക് ഈ രക്ഷകനെ തിരിച്ചറിയാനോ ദൈവത്തിനാണെന്ന് മനസ്സിലാക്കാനോ അംഗീകരിക്കാനോ പറ്റിയില്ല, സ്വന്തം ദേശത്തുള്ളവർക്കും ബന്ധുക്കൾക്കും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് റോമാക്കാരനായ ഒരു പട്ടാളക്കാരൻ വന്നേച്ചും ഒരു ശതാധിപൻ വന്നേച്ചും തന്റെ കീഴിൽ നിൽക്കുന്ന ഒരുവന്റെ സൗഖ്യത്തിനായിട്ട് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ യേശു പറയുകയാണ്, രാജ്യത്തിന്റെ മക്കള് അല്ലെങ്കിൽ ദൈവരാജ്യത്തിന്റെ മക്കളെന്ന് അവകാശപ്പെടുന്ന ആൾക്കാർ എന്ത് ചെയ്യും? ദൈവത്തെയും ദൈവപുത്രനെയും വിശ്വസിക്കാത്തവർക്ക് പല്ലുകടിയും നരകവുമായിരിക്കും ഫലം കിട്ടാൻ പോകുന്നത്. എന്നാൽ വിജാതീയനായ ഒരുവൻ വന്ന് ഇസ്രായേലിലുള്ള ദൈവത്തിന്റെ മക്കളെന്നും ദൈവത്തിന്റെ സ്വന്തം ജനമെന്നും അവകാശപ്പെടുന്നവർക്ക് വിശ്വസിക്കാനും പറ്റുന്നില്ല. എന്നാൽ ഇവന്റെ ഈ വിശ്വാസം ഇസ്രായേലിൽ മറ്റാരിലും ഞാൻ കാണുന്നില്ല. അപ്പോൾ ആ ഒരു ശതാധിപന്റെ വിശ്വാസത്തെ കണ്ടുകൊണ്ട്, യേശുവിലുള്ള വിശ്വാസത്തെ കണ്ടുകൊണ്ട്, ദൈവത്തിലുള്ള വിശ്വാസത്തെ കണ്ടുകൊണ്ട് യേശുക്രിസ്തു അവനോട് പറയുകയാണ്, ഇപ്പോൾ തന്നെ നിന്റെ ഭൃത്യൻ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു. അപ്പൊ ഇത്തരത്തിലൊരു വിശ്വാസം ഇന്ന് തലമുറകളായി നമ്മളൊക്കെ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവര്, അല്ലെങ്കിൽ പല മതത്തിലൂടെ ദൈവത്തിൽ വിശ്വാസം വെച്ചിരിക്കുന്ന വ്യക്തികൾ, നമ്മളൊക്കെ അനേകരുടെ സൗഖ്യം കണ്ടാലും അനേകരുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ ഇടപെടൽ കണ്ടാലും നമുക്കത്ര വിശ്വാസം വരുന്നില്ല. അനേകര് അതിനൊക്കെ സംശയത്തോടെ കാണുന്നു, അല്ലെങ്കിൽ തട്ടീരാണ്, വെട്ടീരാണ്, പറ്റീരാണെന്നൊക്കെ പറഞ്ഞ്, അല്ലെങ്കിൽ മാനസിക രോഗമാണെന്ന് ഒക്കെ പറഞ്ഞുകൊണ്ട് അതിനെ തള്ളിക്കളയുമ്പോൾ അനേകര് ക്രിസ്തുവിനെ അറിയാത്തവര് ക്രിസ്തുവിനെ സ്നേഹിക്കുന്നു, ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു. ഇപ്പൊ ക്രിസ്ത്യാനികളായിട്ടുള്ളവർക്ക് എത്ര പേർക്ക് ക്രിസ്തുവിൽ വിശ്വസിക്കാനും ക്രിസ്തുവിന് സൗഖ്യം തരാൻ പറ്റുമെന്നും, ജീവിതത്തിൽ രോഗങ്ങളും പ്രശ്നങ്ങളും വരുമ്പോൾ എത്ര പേർക്ക് ആ ശതാധിപനെ പോലെ പ്രാർത്ഥിക്കുവാനും, അല്ലെ നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവർക്ക്, അല്ലെ നമ്മുടെ കീഴിലുള്ളവർക്ക്, നമ്മുടെ മുകളിൽ അധികാരികളായിട്ടുള്ളവർക്ക്, അയൽവാസികൾക്ക് ജീവിതത്തിൽ ഒരു രോഗം വരുമ്പോൾ, പ്രശ്നം വരുമ്പോൾ നമുക്ക് എത്ര പേർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും? ക്രിസ്തുവിന്റെ അടുത്ത് നിനക്ക് സൗഖ്യമുണ്ട്, യേശുക്രിസ്തുവിനോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ സൗഖ്യം കിട്ടും. അല്ലെങ്കിൽ നമ്മൾ എത്ര പേർക്ക് മറ്റുള്ളവർക്ക് വേണ്ടി മധ്യസ്ഥം പ്രാർത്ഥിക്കാൻ പറ്റും, മറ്റുള്ളവരുടെ സൗഖ്യത്തിനും വിടുതലിനുമായിട്ട്? അതാണ് ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് ഓരോരുത്തരോടും ചോദിക്കുന്ന ചോദ്യം. അപ്പോൾ ഈ വചനഭാഗം നമ്മുടെ ഉള്ളിലുള്ള വിശ്വാസം ഒന്ന് വർദ്ധിക്കാനായിട്ട് സഹായിക്കട്ടെ. നമ്മുടെ കുടുംബത്തിലുള്ളവർക്ക്, കൂടെ ജോലി ചെയ്യുന്നവർക്ക് പ്രശ്നമുണ്ടാകുമ്പോൾ നീ പ്രാർത്ഥിക്കുക, കർത്താവിന്റെ അടുത്ത് പ്രാർത്ഥിക്കുക, നിനക്ക് സൗഖ്യം കിട്ടും. അതുപോലെ കർത്താവിന്റെ അടുത്ത് പറയാൻ പറ്റണം, കർത്താവേ, എന്റെ കൂടെ ജോലി ചെയ്യുന്ന ആൾക്ക് ഇന്ന രോഗമുണ്ട്, ഇന്ന പ്രശ്നമുണ്ട്, എന്റെ അയൽവാസിക്ക് ഇന്ന രോഗമുണ്ട്, കർത്താവെ നീ സുഖപ്പെടുത്തണമേ എന്ന് മറ്റുള്ളവർക്ക് വേണ്ടി നമുക്ക് മധ്യസ്ഥം പ്രാർത്ഥിക്കണം. അതിനായിട്ട് ദൈവം നിങ്ങളെ സഹായിക്കട്ടെ, ദൈവം അനുഗ്രഹിക്കട്ടെ. മധ്യസ്ഥം പ്രാർത്ഥിക്കാനുള്ള മനസ്സും മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുള്ള വരവും ഈ ഇടയഗീതം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും യേശുക്രിസ്തു തരട്ടെ എന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ പ്രിയപ്പെട്ട മോനെ മോളെ, ഞാൻ നിങ്ങളെ മറ്റൊരു സംഭവത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. തിരുവചനത്തിലൂടെ യേശുക്രിസ്തു പത്രോസിന്റെ ഭവനത്തിലെത്തുന്നു. യേശു പത്രോസിന്റെ വീട്ടിലെത്തിയപ്പോൾ അവന്റെ അമ്മായിയമ്മ പനി പിടിച്ച് കിടക്കുന്ന കണ്ടു. അപ്പൊ ഇവിടെ പറയുകയാണ്, പത്രോസ് കല്യാണം കഴിച്ച ആളാണെന്നും അദ്ദേഹത്തിന് അമ്മായിയമ്മ ഉണ്ടെന്നും തിരുവചനം ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്നു. അവൻ അവളുടെ കയ്യിൽ സ്പർശിച്ചു, പനി അവളെ വിട്ടുമാറി. അവൾ എഴുന്നേറ്റ് അവനെ ശുശ്രൂഷിച്ചു. സായാഹ്നമായപ്പോൾ അനേകം പിശാച് ബാധിതരെ അവർ അവന്റെ അടുത്ത് കൊണ്ടുവന്നു. അവൻ അശുദ്ധാത്മാക്കളെ വചനം കൊണ്ട് പുറത്താക്കുകയും എല്ലാ രോഗികളെയും സുഖപ്പെടുത്തുകയും ചെയ്തു. അവൻ നമ്മുടെ ബലഹീനതകൾ ഏറ്റെടുക്കുകയും രോഗങ്ങൾ വഹിക്കുകയും ചെയ്തു എന്ന് യേശയ്യാ പ്രവാചകൻ പ്രവചിച്ചത് അങ്ങനെ നിറവേറി. നോക്കിക്കേ, മറ്റു ചില സംഭവങ്ങൾ ഇവിടെ പറയുകയാണ്, യാഥാർത്ഥ്യങ്ങൾ, സത്യങ്ങൾ ഇവിടെ പറയുകയാണ്. പത്രോസിന്റെ അമ്മായിയമ്മയെ കയ്യെ പിടിച്ച് കർത്താവ് സുഖപ്പെടുത്തുന്നു. കർത്താവിന് സുഖപ്പെടുത്താൻ പറ്റും, നമ്മളങ്ങ് വിശ്വസിക്കണം. എനിക്കോ നിങ്ങൾക്കോ പനി പിടിച്ച് കിടക്കുമ്പോൾ പ്രാർത്ഥിക്കുക, മരുന്നിലൂടെയോ മറ്റു പല വിധത്തിലൂടെ കർത്താവ് സുഖപ്പെടുത്തും, നേരിട്ടുമല്ലാതെയും. അത് കർത്താവിന്റെ ഇഷ്ടം. ഏത് വിധം വേണമെന്ന് പറയാൻ ഞാൻ ആളല്ല. തിരുവചനം സാക്ഷ്യപ്പെടുത്തുകയാണ്, അവനെ ശുശ്രൂഷിച്ചു. സായാഹ്നമായപ്പോൾ ആ ദേശത്തുള്ള അനേകം രോഗികള്, പൈശാചിക പീഡയുണ്ടായിരുന്ന വ്യക്തികളെ ആൾക്കാർ കൊണ്ടുവന്നു. അവൻ അവരെ എല്ലാം സുഖപ്പെടുത്തി. എന്നിട്ട് തിരുവചനം പറയുകയാണ്, യേശുക്രിസ്തുവിനെ പറ്റി യേശയ്യാ പ്രവാചകൻ പ്രവചിച്ച കാര്യങ്ങളെല്ലാം നിറവേറപ്പെട്ടു എന്ന്. അപ്പോൾ ഞാനും നിങ്ങൾ വിശ്വസിക്കുന്ന, ആരാധിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങൾ ഈ ഇടയഗീതം കേട്ടുകൊണ്ടിരിക്കുന്ന ഏത് മതത്തിലൂടെ ദൈവത്തിൽ വിശ്വസിക്കുന്ന ആളായിക്കോട്ടെ, നിങ്ങളുടെ മുന്നിലേക്ക് വിശുദ്ധ ബൈബിള് സത്യം പഠിപ്പിക്കുകയാണ്. യേശുക്രിസ്തുവിന് ഏത് രോഗികളെയും സുഖപ്പെടുത്താൻ പറ്റും. യേശുക്രിസ്തുവിന് ഏത് പൈശാചിക പീഡയും എടുത്തു മാറ്റാൻ പറ്റും. നിങ്ങൾ പ്രാർത്ഥിക്കുക. ഞാൻ വിശ്വസിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന യേശുക്രിസ്തുവിന്റെ ജാതിയും മതവും ഒന്നും പ്രശ്നമില്ല. അവനിൽ വിശ്വസിച്ച ശതാധിപൻ പ്രാർത്ഥിച്ചപ്പോൾ, ചോദിച്ചപ്പോൾ അവനത് കേട്ടു. നിങ്ങൾ ചോദിക്കുക, നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ പ്രാർത്ഥിക്കുക, നിങ്ങളുടെ പ്രാർത്ഥന തീർച്ചയായിട്ടും കർത്താവ് കേൾക്കും. അവനിൽ നിങ്ങൾ വിശ്വസിക്കുകയാണ് ചെയ്യേണ്ടത്. അവൻ ദൈവപുത്രനാണ്, ജീവിക്കുന്ന സത്യദൈവമാണ്. അവന് നിത്യജീവൻ നൽകുവാനുള്ള കഴിവുണ്ട്. മറ്റൊരു വചനഭാഗത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ഒന്ന് കൊണ്ടുവരികയാണ്.
വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായത്തിൽ തന്നെ 28 മുതലുള്ള തിരുവചനങ്ങൾ ഇങ്ങനെയാണ് പറയുന്നത്. യേശു മറുകരെ ഗദറായരുടെ ദേശത്തെത്തിയപ്പോൾ ശവക്കല്ലറകളിൽ നിന്നും ഇറങ്ങി വന്ന 2 പിശാച് ബാധിതർ അവനെ കണ്ടുമുട്ടി. ആർക്കും ആ വഴി സഞ്ചരിക്കാൻ സാധിക്കാത്ത വിധം അവർ അപകടകാരികളായിരുന്നു. അവർ അട്ടഹസിച്ചു പറഞ്ഞു, ദൈവത്തിന്റെ പുത്ര, നീ എന്തിന് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു? സമയത്തിന് മുമ്പ് ഞങ്ങളെ പീഡിപ്പിക്കാൻ നീ ഇവിടെ വന്നിരിക്കുകയാണോ? അവരിൽ നിന്നും അല്പമകലെ വലിയൊരു പന്നിക്കൂട്ടം മേയുന്നുണ്ടായിരുന്നു. പിശാചുക്കൾ അവനോട് അപേക്ഷിച്ചു, നീ ഞങ്ങളെ പുറത്താക്കുന്നെങ്കിൽ ആ പന്നിക്കൂട്ടത്തിലേക്ക് അയക്കണമേ. അവൻ പറഞ്ഞു, പൊയ്ക്കൊള്ളുവിൻ. അവ പുറത്തു വന്നു പന്നികളിൽ പ്രവേശിച്ചു. പന്നിക്കൂട്ടം മുഴുവൻ കിഴുക്കാന്തൂക്കായ നിരത്തിലൂടെ പാഞ്ഞു ചെന്ന് കടലിൽ മുങ്ങിച്ചെത്തു. പന്നിയെ മേയ്ക്കുന്നവർ ഭയപ്പെട്ടോടി പട്ടണത്തിലെത്തി എല്ലാ കാര്യങ്ങളും പിശാചു ബാധിതർക്ക് സംഭവിച്ചതും അറിയിച്ചു. അപ്പോൾ പട്ടണം മുഴുവൻ യേശുവിനെ കാണാൻ പുറപ്പെട്ടു വന്നു. അവർ അവനെ കണ്ടപ്പോൾ തങ്ങളുടെ അതിർത്തി വിട്ടുപോകണമെന്ന് അപേക്ഷിച്ച്. എന്താ ചില പ്രധാനപ്പെട്ട പോയിന്റുകൾ ഒന്നുകൊണ്ട് വരികയാണ്. യേശു ഒരു സ്ഥലത്തെത്തിയപ്പോൾ ശവക്കല്ലറയിൽ നിന്ന് 2 പിശാചു ബാധിതരായിട്ടുള്ള മനുഷ്യർ ഇറങ്ങി വന്നു. അവർ ഭയങ്കര അപകടകാരികളായിരുന്നു. അതിലെ ആരെയും പോകാനൊന്നും അനുവദിക്കത്തില്ലായിരുന്നു, അറ്റാക്കുമായിരുന്നു. എന്നാൽ യേശുവിനെ കണ്ടപ്പോൾ അവർ ഒരു സത്യം വിളിച്ചു പറയുകയാണ്, നീ ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനാണ്, ദൈവപുത്രനാണ്. നീ എന്തിന് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു? നീ നിന്റെ സമയം ആവുന്നതിന് മുമ്പേ ഞങ്ങളെ പീഡിപ്പിക്കാൻ വന്നിരിക്കുകയാണെന്ന്. ഇന്ന് പ്രാർത്ഥിക്കുന്നവർക്ക് പലർക്കും ദൈവത്തെ തിരിച്ചറിയാനോ ശക്തിയും കഴിവും മനസ്സിലാക്കാനോ പറ്റുന്നില്ല. എന്നാൽ പിശാചുവിടെ ഉള്ളവർക്ക് തിരിച്ചറിയാൻ പറ്റുന്നു. അന്നത്തെ വലിയ ഭക്തജനങ്ങൾക്ക് യേശുവിനെ തിരിച്ചറിയാൻ പറ്റില്ല. അവർ മേരിയുടെ മോൻ, ജോസഫിന്റെ മോൻ, ആശാരിയുടെ മോൻ ഒന്നൊക്കെ വിളിച്ച് കളിയാക്കി. ഒരു അൽമേനി, അവൻ എന്താ കഴിവുണ്ടോ? ഇവിടെ വല്ല അന്നാസും കയ്യാബാസും പ്രധാന പുരോഹിതന്മാരും നിൽക്കുന്നു. പിന്നെ ഇവന് എന്ത് തട്ടിപ്പാണ്, എന്ത് മാജിക്കാണ് കാണിക്കുന്നത്? ഇന്നും അങ്ങനെയൊക്കെയാണ്. അനേകം കുടുംബസ്ഥർക്ക് ദൈവം കൃപ കൊടുക്കുമ്പോൾ, രോഗശാന്തിയുടെ അത്ഭുത പ്രവർത്തനത്തിന്റെ പലവിധ വരദാനങ്ങൾ കൊടുക്കുമ്പോൾ ആൾക്കാർ സ്വീകരിക്കത്തില്ല. യേശുക്രിസ്തുവിന് അന്ന് എങ്ങനെ സംഭവിച്ചോ അത് തന്നെ ഇന്നും സംഭവിച്ചു കൊണ്ടുപോകുന്നു. എനിക്കും നിങ്ങൾക്കും ദൈവം എന്തെല്ലാം കൃപ വന്നാലും ഞാൻ നിങ്ങൾ അംഗീകരിക്കുമോ? ഇല്ല. നമ്മുടെ സുഹൃത്തുക്കൾക്കോ ബന്ധുക്കൾക്കോ അപ്പനോ അമ്മയ്ക്കോ പെങ്ങൾക്കോ ഭാര്യയ്ക്കോ ഭർത്താവിനോ മക്കൾക്കോ ദൈവം കൃപകൾ ധാരാളമായി കൊടുക്കുമ്പോൾ നമ്മൾ അംഗീകരിക്കില്ല. അത് നമ്മുടെ ഒരു പ്രശ്നമാണ്. അപ്പോൾ ഈ പിശാചു ബാധിതർ പറയുകയാണ്, ഞങ്ങളെ ആ പന്നിയിലേക്ക് വിട്ടേര്. പന്നിയിലേക്ക് പോയപ്പോൾ എന്താ സംഭവിച്ചത്? പന്നി വെള്ളത്തിൽ മുങ്ങിച്ചത്തു. അത് കേട്ടപ്പോൾ അവർ നോക്കിക്കൊണ്ടുന്നവർക്ക് കലിപ്പ് വന്നു. അവരവരുടെ യജമാനന്മാരെ പോയി അറിയിച്ചു. അവർക്ക് ദേഷ്യം വന്നു. തങ്ങളുടെ വില കൂടിയ പന്നികള് എല്ലാം ഇവൻ കാരണം ചത്തു. ആ 2 മനുഷ്യർ രക്ഷപ്പെട്ടല്ല കാരണം പന്നിയാണ് അവർക്ക് വലുത്. ഇന്നും അങ്ങനെയാണ്. മനുഷ്യനേക്കാൾ വലിയ വില എന്താണ്? നായ്ക്കൾക്കാണ് കൊടുക്കുന്നത്. നാട്ടിൽ കാണാൻ വില നിങ്ങൾ കേരളത്തിലൊക്കെ അറിയുന്നില്ലേ? പട്ടിയുടെ കടിയേറ്റ് കുഞ്ഞുങ്ങളും സ്ത്രീകളും വൃദ്ധജനങ്ങളൊക്കെ മരിക്കുന്നു, പേ പിടിക്കുന്നു. അതിനൊന്നും യാതൊരു വിലയില്ല. ദൈവത്തിന്റെ മക്കൾക്ക് യാതൊരു വിലയില്ല. മൃഗങ്ങൾക്കാ വില. മൃഗങ്ങളെ സ്നേഹിക്കണം, വില വെക്കണം, മൃഗങ്ങളെ പീഡിപ്പിക്കരുത്. ഞാനും മൃഗങ്ങളെ സ്നേഹിക്കുന്ന ആളാണ്. പക്ഷെ മനുഷ്യന് ഉപദ്രവമുള്ള മൃഗങ്ങളെ നമ്മൾ നിലയ്ക്ക് നിർത്തണം, കൺട്രോൾ ചെയ്യണം. മനുഷ്യനാണ് വില. മനുഷ്യന്റെ ജീവന് വില വേണം. അപ്പോൾ മൃഗങ്ങൾക്ക് കൊടുക്കുന്നതിനേക്കാളും പ്രാധാന്യം ദൈവത്തിന്റെ ആത്മാവ് ഉയർന്ന മനുഷ്യന് കൊടുക്കണം, മനുഷ്യത്വം കാണിക്കണം. അത് പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ യേശുക്രിസ്തു പോലും പിശാചിനെ പുറത്താക്കി 2 മനുഷ്യരെ, ദൈവത്തിന്റെ മക്കളെ രക്ഷിച്ചപ്പോഴത്തേക്ക് അന്നത്തെ ജനം പോലും തങ്ങളുടെ പന്നി ചത്തതിലുള്ള വിഷമം കാരണങ്ങൾ യേശുക്രിസ്തുവിനെ തങ്ങളുടെ ഗ്രാമത്തിൽ ബാൻ ചെയ്ത്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് കാലം മുന്നോട്ട് പോയപ്പോഴും നമ്മുടെയൊക്കെ സമൂഹത്തിലും നാട്ടിലുമൊക്കെ നടക്കുന്നത്. ദൈവസ്നേഹം വർണ്ണിച്ചിടാ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനീ ജീവിതം പോരാ. കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിക്കുന്ന എത്ര സ്തുതിച്ചാലും മതി വരുമോ? ദൈവസ്നേഹം വർണ്ണിച്ചിടാ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനീ ജീവിതം പോരാ. la 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 la
ദൈവസ്നേഹം വർണ്ണിച്ചിടാം വാക്കുകൾ പോരാ നന്ദി ചൊല്ലി തീർക്കുവാനീ ജീവിതം പോരാ കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിക്കുന്ന സ്നേഹമോർത്താൽ എത്ര സ്തുതിച്ചാലും മതി വരുമോ ദൈവസ്നേഹം വർണ്ണിച്ചിടാം വാക്കുകൾ പോരാ നന്ദി ചൊല്ലി തീർക്കുവാനീ ജീവിതം പോരാ സ്വപ്നങ്ങൾ പൊലിഞ്ഞാലും ദുഃഖത്താൽ വലഞ്ഞാലും മിത്രങ്ങൾ അകന്നാലും ശത്രുക്കൾ നിരന്നാലും രക്ഷാകവചം നീ മാറാതിന്നാളും അങ്ങൻ മുന്നിൽ പോയാൽ ഭയമെന്ത് ദൈവസ്നേഹം വർണ്ണിച്ചിടാം വാക്കുകൾ പോരാ നന്ദി ചൊല്ലി തീർക്കുവാനീ ജീവിതം പോരാ കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിക്കുന്ന സ്നേഹമോർത്താൽ എത്ര സ്തുതിച്ചാലും മതി വരുമോ ദൈവസ്നേഹം വർണ്ണിച്ചിടാം വാക്കുകൾ പോരാ നന്ദി ചൊല്ലി തീർക്കുവാനീ ജീവിതം പോരാ വാനം പാടി പാടും പോലെന്നുള്ളം വാഴ്ത്തുന്നു നിന്നെ ലോകൈകനാഥായേശുവേ വേനൽ വിങ്ങും തീരം തേടും മേഘം പോലെന്നിൽ പെയ്യൂ നിൻ സ്നേഹദാനം മോചക വാനം പാടി പാടും പോലെന്നുള്ളം വാഴ്ത്തുന്നു നിന്നെ ലോകൈകനാഥായേശുവേ വേനൽ വിങ്ങും തീരം തേടും മേഘം പോലെന്നിൽ പെയ്യൂ നിൻ സ്നേഹദാനം മോചക കാറ്റിൽ ചാഞ്ചാടും ദീപത്തിൻ നാളം നിൻ കാരുണ്യത്താൽ നേടുന്നുല്ലാസം കാറ്റിൽ ചാഞ്ചാടും ദീപത്തിൻ നാളം നിൻ കാരുണ്യത്താൽ നേടുന്നുല്ലാസം എൻ ജീവിതം പുണ്യം നേടുവാ നൽകൂ നൽവരം നീയാശ്രയം വാനം പാടി പാടും പോലെന്നുള്ളം വാഴ്ത്തുന്നു നിന്നെ ലോകൈകനാഥായേശുവേ വേനൽ വിങ്ങും തീരം തേടും മേഘം പോലെന്നിൽ പെയ്യൂ നിൻ സ്നേഹദാനം മോചക കാതിൽ തേന്മാരി പൊഴിയും നിന്നാമം കണ്ണിനൊളിയായി തെളിയും നിൻ രൂപം കാതിൽ തേന്മാരി പൊഴിയും നിന്നാമം കണ്ണിനൊളിയായി തെളിയും നിൻ രൂപം എൻ
രക്ഷക എന്നിൽ നിറയണേ. ഓരോ നിലവിലും ഓരോ നിമിഷവും വാനം പാടി പാടും പോലെന്നുള്ളം വാഴ്ത്തുന്നു നിന്നെ ലോകൈകനാഥായേശുവേ. വേനൽ വിങ്ങും തീരം തേടും മേഘം പോലെന്നിൽ പെയ്യൂ നിൻ സ്നേഹദാനം മോചക. വാനം പാടി പാടും പോലെന്നുള്ളം വാഴ്ത്തുന്നു നിന്നെ ലോകൈകനാഥായേശുവേ. വേനൽ വിങ്ങും തീരം തേടും മേഘം പോലെന്നിൽ പെയ്യൂ നിൻ സ്നേഹദാനം മോചക. എല്ലമ്മ ലണ്ടൻ മലയാളം റേഡിയോ ആസ്വദിക്കൂ, ആഘോഷിക്കൂ. ഇനി മറ്റൊരു വചനഭാഗത്തിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുവരികയാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായത്തിൽ 1 മുതലുള്ള തിരുവചനങ്ങൾ, 1 മുതൽ 7 വരെയുള്ള തിരുവചനങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. അവിടെ ഇങ്ങനെയാ പറയുന്നത്: യേശു തോണിയിൽ കയറി കടൽ കടന്ന് സ്വന്തം പട്ടണത്തിലെത്തി. അവർ ഒരു തളർവാദ രോഗിയെ ശയ്യയോടെ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. അവരുടെ വിശ്വാസം കണ്ട് അവൻ തളർവാദ രോഗിയോട് അരുളിച്ചെയ്തു, മകനെ, ധൈര്യമായിരിക്കുക, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. ശ്രദ്ധിക്കുക, കൊണ്ടുവന്നവരുടെ വിശ്വാസം വന്നവന്റെ അല്ല, കൊണ്ടുവന്നവരുടെ വിശ്വാസം കണ്ടുകൊണ്ട് കർത്താവ് ഒരു വ്യക്തിയെ സുഖപ്പെടുത്തുകയാണ്. എന്നിട്ട് കർത്താവിനോട് പറയാണ്, മകനെ, നിന്റെ പാപങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു. അപ്പൊ അവന്റെ രോഗത്തിന്റെ പ്രശ്നം എന്ന് പറയുന്നത് അവന്റെ പാപമായിരുന്നു. ഇന്ന് പല ചില രോഗങ്ങൾക്ക് കാരണം പാപമാവുന്നുണ്ട്. ഇപ്പൊ മദ്യപിച്ച് കരള് പോകുന്നു. മദ്യപിക്കുന്ന എല്ലാവർക്കും കരൾ രോഗം വേണം നിർബന്ധമില്ല. പുകവലിക്കുന്നവർക്ക് എല്ലാവർക്കും ക്യാൻസർ വേണം നിർബന്ധമില്ല. എന്നാൽ പുകവലിച്ച് ക്യാൻസർ വന്നു. അത് അവർ ചെയ്യുന്ന പാപത്തിന്റെ ഫലമാണ്. അതുപോലെ വ്യഭിചാരം പാപമാണ്. വ്യഭിചാരം ചെയ്യാൻ പോയിട്ട് രോഗം എയ്ഡ്സ് പോലെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള രോഗങ്ങൾ പിടിപെട്ടു. അത് അയാളുടെ പാപത്തിന്റെ ഫലമാണ്. അതുപോലെ മോഷണം നടത്തി പോലീസ് പിടിച്ച് ജയിലിലായി, അത് അയാളുടെ പാപത്തിന്റെ ഫലമാണ്. അപ്പോൾ അങ്ങനെയുള്ള ചില പാപകരമായ പ്രവൃത്തിയുടെ ഫലമായിട്ടുണ്ടാകുന്ന രോഗങ്ങൾ അങ്ങനെയും വരാം. അപ്പോൾ അങ്ങനെ രോഗമാണെങ്കിൽ പോലും യേശുക്രിസ്തുവിന് നിങ്ങളെ സഹായിക്കാനും രക്ഷിക്കാനും സുഖപ്പെടുത്താനും പറ്റും. അപ്പോൾ ഈ ഗീതം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കോ നിങ്ങളുടെ വീട്ടിലുള്ള ആൾക്കോ നിങ്ങൾക്കറിയാവുന്ന ആർക്കെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള പാപപ്രവൃത്തി മൂലം രോഗം വന്നിട്ടുണ്ടെങ്കിൽ ഡോണ്ട് വറി, പ്രാർത്ഥിക്കുക, അത് ഉപേക്ഷിക്കുക. കർത്താവ് നിങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കും, നിങ്ങളെ സുഖപ്പെടുത്താൻ തയ്യാറാണ്. കർത്താവിനോട് പാപങ്ങളെപ്പറ്റി സോറി പറയുക, വീണ്ടും ചെയ്യാതിരിക്കുക. മരുന്നിലൂടെയോ പ്രാർത്ഥനയിലൂടെയോ ധ്യാനത്തിലൂടെയോ ഒക്കെ കർത്താവ് നിങ്ങളെ സുഖപ്പെടുത്തും. അപ്പോൾ നിയമജ്ഞരിൽ ചിലർ പറഞ്ഞു, ഇവൻ ദൈവദൂഷണം പറയുന്നു. അവരുടെ വിചാരങ്ങൾ ഗ്രഹിച്ച യേശു ചോദിച്ചു, നിങ്ങൾ ഹൃദയത്തിൽ തിന്മ വിചാരിക്കുന്നതുണ്ട്. ഏതാണ് എളുപ്പം, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നതോ എഴുന്നേറ്റ് നടക്കുക എന്ന് പറയുന്നതോ? ഭൂമിയിൽ പാപങ്ങൾ ക്ഷമിക്കാൻ മനുഷ്യപുത്രന് അധികാരമുണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടതിനാണിത്. നമുക്ക് എല്ലാ മനുഷ്യർക്കും പാപങ്ങൾ ക്ഷമിക്കാനുള്ള അധികാരം ദൈവം തന്നിട്ടുണ്ട്. ഇപ്പോൾ കാത്തലിക് ചർച്ച് പോലെയുള്ള മറ്റ് പാരമ്പര്യ സഭകളിൽ, അപ്പസ്തോലിക സഭകളിൽ സാധാരണയായി പാപമോചനം ചെയ്യുന്നത് വൈദികൻ തൊട്ട് മുകളിലേക്കുള്ള ആൾക്കാരാണ്. എന്നാൽ മറ്റുള്ളവരുടെ പാപങ്ങൾ ക്ഷമിക്കുവാനുള്ള അധികാരം എല്ലാ മനുഷ്യർക്കും ദൈവം തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് സ്വർഗസ്ഥനായ പിതാവി എന്നുള്ള പ്രാർത്ഥനയിലൂടെ നമ്മൾ ചെല്ലുന്നത്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവി, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപി ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ഈ പ്രാർത്ഥന പഠിപ്പിച്ചിട്ട് കർത്താവ് പറഞ്ഞു, നിങ്ങൾ മറ്റുള്ളവരുടെ പാപങ്ങൾ ക്ഷമിക്കുമെങ്കിൽ നിങ്ങളോടും ക്ഷമിക്കപ്പെടും. അപ്പോൾ പാപങ്ങൾ ക്ഷമിക്കുവാനുള്ള അവകാശം, അധികാരം എല്ലാ മനുഷ്യർക്കും ദൈവമുണ്ട്. നമ്മൾ പാപങ്ങൾ ക്ഷമിക്കാത്തതുകൊണ്ടാണ്, മറ്റുള്ളവരുടെ തെറ്റുകൾ ക്ഷമിക്കാത്തത് കൊണ്ടാണ്, അതിങ്ങനെ മനസ്സിൽ സൂക്ഷിക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഒത്തിരി രോഗം വരുന്നത്.
ഇപ്പം ഈ ഇടയഗീതം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെ ജനിച്ചപ്പോൾ മുതൽ നിങ്ങളുടെ ഓർമ്മ വെച്ച നാൾ മുതൽ വാക്കുകൊണ്ട് പ്രവൃത്തി കൊണ്ട് നിങ്ങളെ വേദനിപ്പിച്ചവർ, കുത്തുവന്നവർ, മുറിവ് വന്നവർ, ചവിട്ടിയവർ, ഒതുക്കിയവർ, ഭാര വെച്ചവർ, നിങ്ങളുടെ സ്വത്ത് തട്ടിയെടുത്തവരുണ്ടാകും, സ്നേഹം തട്ടിയെടുത്തവരുണ്ടാകും. അങ്ങനെയുള്ള എല്ലാവരോടും നിങ്ങളൊന്ന് ക്ഷമിച്ചേ. കർത്താവ്, ഞാൻ എൻ്റെ അപ്പനോട് ക്ഷമിച്ച് പ്രാർത്ഥിക്കുന്നു, അമ്മയോട് ക്ഷമിച്ച് പ്രാർത്ഥിക്കുന്നു, ചേട്ടനോട് ക്ഷമിച്ച് പ്രാർത്ഥിക്കുന്നു, അനിയനോട് ക്ഷമിച്ച് പ്രാർത്ഥിക്കുന്നു, അനിയത്തിയോട് ക്ഷമിച്ച് പ്രാർത്ഥിക്കുന്നു, നാത്തുവിനോട് ക്ഷമിച്ച് പ്രാർത്ഥിക്കുന്നു, അമ്മായിപ്പനോട് ക്ഷമിച്ച് പ്രാർത്ഥിക്കുന്നു, അമ്മായിയമ്മോട് ക്ഷമിച്ച് പ്രാർത്ഥിക്കുന്നു, കൂട്ടുകാരനോട് ക്ഷമിച്ച് പ്രാർത്ഥിക്കുന്നു, അയൽവാസിയോട് ക്ഷമിച്ച് പ്രാർത്ഥിക്കുന്നു, എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവരോട് ഞാൻ അവരുടെ തെറ്റുകൾ ഞാൻ ക്ഷമിക്കുന്നു, അവരെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഓരോ വ്യക്തിയുടെയും പേര് പറഞ്ഞ് നിങ്ങളൊന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. നിങ്ങൾ ഒത്തിരി രോഗം മാറും, ഒത്തിരി നിങ്ങളുടെ പ്രശ്നം മാറി നിൽക്കും. പൈശാചിക പീഡയിൽ നിന്ന് രക്ഷപ്പെട്ട് ദൈവത്തിന്റെ മോനും മോളുമായിട്ട് ജീവിക്കാനായിട്ട് അത് നിങ്ങളെ സഹായിക്കും. അപ്പൊ ഈശോ അന്നൊരു പുരോഹിതനല്ലായിരുന്നു. കാര്യം ഈശോ എന്താ പറയുന്നത്, ലേവായ ഗോത്രത്തിൽ പിറന്ന ആളല്ല. എന്നാൽ ഈശോയിൽ നിത്യ പൗരോഹിത്യം ഉണ്ടായിരുന്നു. എന്നാൽ ഈശോ ഒരു പുരോഹിതനല്ലാതിരിക്കെ തന്നെ പാപങ്ങൾ ക്ഷമിക്കുന്നതും മോചിക്കുന്നതും കണ്ടപ്പോൾ അന്നത്തെ പുരോഹിതർക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് തളർവാദ രോഗിയുടെ ഈശോ പറഞ്ഞു, നീ നിന്റെ കിടക്ക എഴുന്നേറ്റ് നടക്ക്. അവൻ എഴുന്നേറ്റ് നടക്കുക ചെയ്തു. ഇത് കണ്ട് ജനം ഭയചകിതരായി മനുഷ്യർക്ക് ഇത്തരം അധികാരം നൽകിയ ദൈവത്തെ മഹത്വപ്പെടുത്തി. അപ്പോൾ മനുഷ്യരായ എനിക്കും നിങ്ങൾക്കും അത്ഭുതങ്ങൾ ചെയ്യുവാനും രോഗശാന്തി നൽകുവാനും അധികാരം ദൈവം തന്നിട്ടുണ്ട്. ആ അധികാരം നമ്മൾ ഉപയോഗിക്കാത്തത് കൊണ്ടാണ്, രോഗത്തെ നോക്കി കൽപ്പിക്കാത്തത് കൊണ്ടാണ്, രോഗിയെ നോക്കി പലപ്പോഴും കൽപ്പിക്കാത്തത് കൊണ്ടാണ് പലപ്പോഴും അത്ഭുതങ്ങളും രോഗശാന്തി നടക്കാത്തത്. ദൈവം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നടക്കും കേട്ടോ. ദൈവം പല വിധത്തിലൂടെയാണ് സൗഖ്യം കൊടുക്കുന്നത്. ചില കേസുകളിൽ ദൈവം അങ്ങനെ എണീപ്പിച്ച് നടത്താറുണ്ട്. വീണ്ടും വചനത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട്, ഒരു ഭരണാധിപന്റെ മോള് മരിച്ചുപോയ ആ മോളെ യേശുക്രിസ്തു ജീവൻ കൊടുത്ത് എണീപ്പിച്ചിരുത്തുന്നത്. അപ്പോൾ മരിച്ചുപോയവരെ പോലും എഴുന്നേൽപ്പിക്കുവാനായിട്ട് കർത്താവിന് സാധിക്കും. മരിച്ച് 4 ദിവസമായി അഴുകി തുടങ്ങിയ ലാസറിനെ പോലും കർത്താവ് പുനർജീവിപ്പിച്ചു. അതുപോലെ നമ്മൾ കാണുന്നുണ്ട്, രക്തസ്രാവം മൂലം കഷ്ടപ്പെട്ടിരുന്ന ഒരു സ്ത്രീ യേശുവിന്റെ പുറകിലൂടെ വന്ന് വസ്ത്രത്തെ ഒന്ന് തൊട്ട് അവൾ വിശ്വസിച്ചു, യേശുവിന്റെ വസ്ത്രത്തെ തൊട്ടാൽ മതി എനിക്ക് സൗഖ്യമുണ്ടാകുമെന്ന്. അതുകൊണ്ടാണ് പലപ്പോഴും റെലിക്സിനെയൊക്കെ തൊടുമ്പോൾ, അല്ലെങ്കിൽ വിശുദ്ധരുടെയോ അല്ലെങ്കിൽ യേശുക്രിസ്തുവിന്റെയോ വസ്ത്രത്തിന്റെ തൊട്ടൊപ്പത്തേക്ക് സൗഖ്യമുണ്ടായതുപോലെ സൗഖ്യമുണ്ടാകുന്നതിന്റെ കാരണം അതാണ്. കാരണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഉള്ളതുകൊണ്ട്. അപ്പോൾ യേശു ഈ പറഞ്ഞ രോഗശാന്തികളും അത്ഭുതങ്ങളും അടയാളങ്ങളൊക്കെ ചെയ്ത് ബൈബിളിൽ കാണുന്നുണ്ട്. പലതരത്തിലുള്ള സൗഖ്യം കൊടുത്തത്, അന്ധർക്ക് കാഴ്ച കൊടുക്കുന്നത്. അപ്പൊ ഏറ്റവും കൂടുതൽ സൗഖ്യം കൊടുക്കാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് വിശ്വാസമാണ്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സൗഖ്യം ഉണ്ടാകാത്തതിന്റെ കാരണം നമുക്ക് ദൈവത്തിലും ദൈവവചനത്തിലുള്ള വിശ്വാസക്കുറവാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, കർത്താവേ എന്റെ വിശ്വാസം വർദ്ധിപ്പിച്ചു തരണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. അതുകൂടാതെ നമ്മൾ കൂടുതൽ ദൈവവചനം വായിക്കണം, ദൈവവചനം കേൾക്കണം. അപ്പോൾ യേശു ചെയ്ത പ്രവർത്തികൾ കാണുവാനും മനസ്സിലാക്കുവാനും അത് നമുക്കും ചെയ്യാനായിട്ട് യേശു നമുക്ക് അധികാരം ചെയ്തിട്ടുണ്ടെന്നും യേശു നമുക്ക് നല്ലൊരു മാതൃകയാണെന്നും നമ്മളെപ്പോലെ കുടുംബസ്ഥനായ ഒരു യേശു, മേരിയുടെ മോനായ യേശു, അപ്പൊ കുടുംബസ്ഥരായ നമുക്ക് ദൈവം പ്രത്യേക പരിഗണന നൽകുന്നുണ്ട്. നമുക്ക് പല കാര്യങ്ങളും ചെയ്യാനായിട്ട് സാധിക്കും എന്ന് നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. യേശുവിനെ പോലെ തന്നെ യേശുവിന്റെ സ്ലീഹന്മാരും സൗഖ്യം കൊടുക്കുന്നതും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. പത്രോസും പൗലോസും ഒക്കെ സൗഖ്യവും മറ്റുള്ളവരെ പിശാചിൽ നിന്ന് മോചിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ പൈശാചിക പീഡ ആയിക്കോട്ടെ, രോഗമായിട്ടെ, എന്തുമായിക്കോട്ടെ, നമ്മൾ പ്രാർത്ഥിക്കുക, മരുന്ന് കഴിക്കുക, ദൈവം പ്രവർത്തിക്കട്ടെ. അനേകർക്ക് ആശ്വാസം സമാധാനം കൊടുക്കുവാനാണ് ദൈവം ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഇപ്പൊ മറ്റുള്ളവരുടെ ജീവിതത്തിൽ നമ്മൾ ദൈവം പ്രവർത്തിച്ച മാർഗങ്ങളൊക്കെ കാണുകയും കേൾക്കുകയും ടെലിവിഷനിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ ദൈവാനുഭവങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ നിങ്ങൾ അതിനെ പരിഹസിക്കരുത്. അത് ദൈവത്തിന്റെ പ്രവൃത്തിയാണ്. ദൈവത്തെ മഹത്വപ്പെടുത്തുക. ആ വ്യക്തികളെ നമ്മൾ വാക്കുകൾ കൊണ്ട് വേദനിപ്പിക്കാതെ നമ്മൾ കർത്താവ് അനേകം വ്യക്തികൾക്ക് പല വിധത്തിൽ സൗഖ്യം കൊടുത്തു, ഇന്നും സൗഖ്യം കൊടുക്കുന്നു. കർത്താവ് ഇന്നും ജീവിക്കുന്നു, കർത്താവ് ഇന്നും പ്രവർത്തിക്കുന്നു. പ്രാർത്ഥിച്ചാലും മരുന്ന് കഴിച്ചാലും ഒക്കെ ദൈവത്തിന്റെ പ്രവൃത്തിയാണ് എന്ന് മനസ്സിലാക്കണമെന്ന് ഞാൻ നിങ്ങളെ സ്നേഹപൂർവ്വം ഓർമ്മപ്പെടുത്തുകയാണ്. അതപ്പം നിങ്ങൾക്ക് രോഗം വന്നാലും പ്രശ്നം വന്നാലും നിങ്ങൾ തളരരുത്, നിങ്ങൾ വിഷമിക്കരുത്, ദുഃഖിക്കരുത്, ഭയത്തിലേക്കും കുറ്റബോധത്തിലേക്കും നിരാശയിലേക്കും പോകരുത്. രോഗം തന്നത് ദൈവമാണ്, അല്ലെങ്കിൽ അവരാണ് ഇവരാണ്, മറ്റുള്ളവർ കാരണമാണ് ഈ അവസ്ഥ വന്നതെന്ന് പറഞ്ഞ് മറ്റുള്ളവരെ പഴിച്ചുകൊണ്ട് നിങ്ങൾ കിടക്കരുത്.
പ്രാർത്ഥിക്കുക, മരുന്ന് കഴിക്കുക, പരമാവധി ചികിത്സയ്ക്ക് ശ്രമിക്കുക. ദൈവത്തിൽ ഒരു വിശ്വാസം നിങ്ങൾ മുറുകെ പിടിക്കുക. അവിശ്വാസവും അന്ധവിശ്വാസവും ഒന്നും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാനായിട്ട് നിങ്ങൾ അനുവദിക്കരുത്. ഇനി ചില വിശ്വാസികൾക്ക് രോഗവും പ്രശ്നവും വരുന്നതിന് കാരണം എന്ന് വെച്ചാൽ ഒത്തിരി അന്ധവിശ്വാസവും അനാചാരങ്ങളും വെച്ചോളൂ. ദൈവത്തിലും ദൈവത്തിന്റെ വചനത്തിലും സ്നേഹത്തിലും വിശ്വാസം വയ്ക്കാതെ ആവശ്യമില്ലാത്ത നേർച്ച കാഴ്ചകളെല്ലാം ദൈവത്തെ പരീക്ഷിക്കുവാനായിട്ട് നേരും. 1 കൊരിന്തോസ് 11:30 തിരുവചനങ്ങൾ പറയുന്ന ഒരു ഭാഗം ഇതാണ്: നിങ്ങളിൽ പലരും രോഗികളും ദുർബലരും ആയിരിക്കുന്നതിനും ചിലർ മരിച്ചുപോയതിനും കാരണം ഇതാണ് എന്ന് വെച്ചാൽ അതിന്റെ തൊട്ട് മുകളിലേക്ക് പറയുന്ന ഭാഗം വിശുദ്ധ കുർബാനയെ പറ്റിയാണ്. വിശുദ്ധ കുർബാന വേണ്ടത്ര മറ്റുള്ളവരോട് ക്ഷമിക്കാതെ, കുമ്പസാരിക്കാതെ, പാപങ്ങൾ ഏറ്റുപറയാതെ, പാപങ്ങൾ മറച്ചു വെച്ചുകൊണ്ടും രഹസ്യ പാപങ്ങൾ ചെയ്തുകൊണ്ടും വെറുപ്പും വിദ്വേഷവും സംശയവും വെച്ച് പുലർത്തിക്കൊണ്ട് വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും തിരുരക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവർ പലരും രോഗികളായിത്തീരുന്നു. ഇത് വളരെ ശ്രദ്ധിക്കണം. നിങ്ങൾ പാരമ്പര്യ സഭയിൽപ്പെട്ടവർ, കാത്തലിക്സ് ആയിട്ടുള്ളവർ ഒന്ന് ശ്രദ്ധയിൽ വെക്കാൻ വേണ്ടി പറയുകയാണ്. ആരെയും പേടിപ്പിക്കാൻ വേണ്ടിയല്ല, എന്നാൽ സത്യം പറയാതിരിക്കാനും വയ്യ. തിരുവചനം പറയുന്നതാണ്, നിങ്ങൾ സമയമുള്ളപ്പോൾ ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. വിശുദ്ധ പൗലോസ്ലീഹ കൊരിന്തോസിലെ സഭയ്ക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 11-ാം അധ്യായത്തിന്റെ 23 മുതലുള്ള തിരുവചനങ്ങൾ നിങ്ങളെടുത്ത് വായിച്ചാൽ മതി. പുതിയ ഉടമ്പടി എന്നാണ് ഹെഡിങ്. വിശുദ്ധ കുർബാന യോഗ്യതയോടെ വേണ്ടത്ര അനുതാപത്തോടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് സ്വീകരിച്ചില്ല എങ്കിൽ നമ്മളിൽ പലരും രോഗികളായി മാറും. അതുപോലെ വിശ്വാസമില്ലാതെയാണ് സ്വീകരിക്കുന്നെങ്കിലും രോഗികളായി മാറും. ഡോണ്ട് വറി. അപ്പോൾ ഇനി മുതൽ നിങ്ങൾ പാപങ്ങളൊക്കെ ഏറ്റുപറഞ്ഞ് കർത്താവിനോട് ക്ഷമ ചോദിച്ച് കർത്താവിൽ വിശ്വസിച്ചുകൊണ്ട് വിശുദ്ധ കുർബാനയിൽ കർത്താവിന്റെ സാന്നിധ്യം ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് ആരോടും വെറുപ്പോ വിദ്വേഷവും ഒന്നും വെച്ചു പുലർത്താതെ ഐക്യപ്പെട്ടുകൊണ്ട് വിശുദ്ധ കുർബാന സ്വീകരിക്കണം. അങ്ങനെ നിങ്ങൾക്ക് സൗഖ്യവും വിടുതലും കിട്ടുവാനായിട്ട്, ദൈവത്തിന്റെ സ്നേഹവും കാരുണ്യവും കിട്ടുവാനായിട്ട് വിശുദ്ധ കുർബാന നിങ്ങളെ സഹായിക്കും. മറ്റൊരു കാര്യം, നമ്മൾ കുമ്പസാരത്തിലൂടെ അനേകം വ്യക്തികൾക്ക് സൗഖ്യം കിട്ടാറുണ്ട്. അനേകര് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് സന്തോഷവും സമാധാനവും ആശ്വാസം കിട്ടുന്നത്. അതുപോലെ തന്നെ രോഗീ ലേപനം എന്ന് പറയുന്ന കൂദാശയിലൂടെ അനേകർക്ക് സൗഖ്യം കിട്ടുന്നുണ്ട്, അനേകർക്ക് വിടുതൽ കിട്ടുന്നുണ്ട്. വിശ്വാസത്തോടു കൂടിയുള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തും. യാക്കോബ് സ്ലീഹയുടെ ലേഖനം 5-ാം അധ്യായം 15-ാമത്തെ തിരുവചനം അതാണ് പറയുന്നത്. യാക്കോബ് സ്ലീഹയുടെ ലേഖനം 5-ാം അധ്യായം 13 മുതലുള്ള തിരുവചനങ്ങൾ. അതിന്റെ ഹെഡിങ് ഇങ്ങനെയാണ്: രോഗിക്ക് വേണ്ടി പ്രാർത്ഥന. ഇന്ന് അനേകർക്ക് ഇതിനോടൊന്നും താല്പര്യമില്ല, ഇതിലൊക്കെ സംശയത്തോടെയാണ് കാണുന്നത്. എങ്കിൽ പിന്നെ എന്തിനാണ് ആശുപത്രികൾ, ഡോക്ടറുടെ ആവശ്യം? ഓരോ നമ്മൾ ഉടക്ക് ചോദ്യങ്ങളൊക്കെ നമ്മൾ ചോദിക്കും. അപ്പൊ നമ്മൾ ഈ വചനഭാവം എടുത്ത് വായിച്ചാൽ മതി. നിങ്ങളുടെ ഇടയിൽ ദുരിതം അനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ, ആഹ്ലാദിക്കുന്നവൻ സ്തുതിഗീതം ആലപിക്കട്ടെ. നിങ്ങളിൽ ആരെങ്കിലും രോഗിയാണെങ്കിൽ അവൻ സഭയിലെ ശ്രേഷ്ഠന്മാരെ വിളിക്കട്ടെ. അവർ കർത്താവിന്റെ നാമത്തിൽ അവനെ തൈലാഭിഷേകം ചെയ്ത് അവന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തും. കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും. അവൻ പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടുന്ന് അവന് മാപ്പ് നൽകും. നിങ്ങൾ സൗഖ്യം പ്രാപിക്കാനായി പരസ്പരം പാപങ്ങൾ ഏറ്റുപറയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുവിൻ. നീതിമാന്റെ പ്രാർത്ഥന വളരെ ശക്തിയുള്ളതും ഫലദായകവുമാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് രോഗമോ പ്രശ്നമോ നിങ്ങളുടെ വീട്ടിലുള്ളവർക്കോ സുഹൃത്തുക്കളോ നിങ്ങൾ ദയവ് ചെയ്ത് പ്രാർത്ഥിക്കണം. പ്രാർത്ഥന നിങ്ങൾ ഒഴിവാക്കരുത്. നിങ്ങളുടെ അടുത്ത് കൃപയുള്ളവരുണ്ടെങ്കിൽ, വരദാനമുള്ളവരുണ്ടെങ്കിൽ, അതിൽ വൈദികരുണ്ടെങ്കിൽ, നല്ല ആത്മായ ശുശ്രൂഷകരുണ്ടെങ്കിൽ, കന്യാസ്ത്രീകളുണ്ടെങ്കിൽ, നല്ല കൃപയുണ്ടെങ്കിൽ, രോഗശാന്തിയുടെ വരമുണ്ടെങ്കിൽ, ആ വരമുള്ളവർ പ്രാർത്ഥിക്കുമ്പോൾ, ആ വരം ഉപയോഗിച്ച് പ്രാർത്ഥിക്കുമ്പോൾ സൗഖ്യം കിട്ടും. അതിനെ സംശയത്തോടെ നോക്കരുത്. പരിശുദ്ധാത്മാവിന്റെ ഒരു വരമാണ്. ഇനി പാപമാണ് നമ്മുടെ പ്രശ്നമെങ്കിൽ നല്ലൊരു കുമ്പസാരം നടത്തി കഴിയുമ്പോൾ, വിശുദ്ധ കുർബാന സ്വീകരിച്ചു കഴിയുമ്പോൾ കർത്താവ് സൗഖ്യപ്പെടുത്തും. ഞാനിതൊന്നും നിങ്ങൾ അടിച്ചേൽപ്പിക്കുകയല്ല, സത്യം പറഞ്ഞു എന്ന് മാത്രം. അതുപോലെ നമ്മൾ പരസ്പരം പാപങ്ങൾ ഏറ്റുപറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുമ്പസാരത്തിൽ പാപങ്ങൾ ഏറ്റുപറയണം. അതുപോലെ രണ്ടുപേരും വഴക്കുണ്ടായെങ്കിൽ, ഭാര്യയും ഭർത്താവും വഴക്കുണ്ടെങ്കിൽ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റുപറയണം. അതുപോലെ സഹോദരങ്ങൾ തമ്മിൽ വഴക്കുണ്ടെങ്കിൽ, വെറുപ്പുണ്ടെങ്കിൽ, വിദ്വേഷത്തിനാണെങ്കിൽ ഐക്യപ്പെടണം. വെറുപ്പിലും വിദ്വേഷത്തിലൊക്കെ നിൽക്കുമ്പോൾ ഒത്തിരി രോഗപീഠകൾ, മാനസിക അസ്വസ്ഥതകളൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. അപ്പോൾ കുമ്പസാരത്തിലൂടെയും രോഗീ ലേപനത്തിലൂടെയും എന്താണ് പറയുന്നത്, തിരുവചനങ്ങൾ വായിക്കുന്നതിലൂടെയും കേൾക്കുന്നതിലൂടെയും ഒക്കെ ദൈവത്തിന്റെ സൗഖ്യം കടന്നു വരും. അപ്പൊ ഈ പറഞ്ഞ മാർഗങ്ങളൊക്കെ നിങ്ങൾ ഉപയോഗിക്കുക. ദൈവത്തിന് തിരുവചനം കേൾക്കണം, അതുപോലെ ദൈവത്തിന് തിരുവചനം വായിക്കണം. കൂദാശയിലൊക്കെ വിശ്വസിച്ചുകൊണ്ട് വളരെ വിശുദ്ധിയോടെ, സ്നേഹത്തോടെ, ഐക്യത്തോടെ ചെയ്യുവാനായിട്ട് ശ്രമിക്കണം. ദൈവം നിങ്ങൾക്ക് സന്തോഷവും സമാധാനവും സൗഖ്യവും തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ഇടയിൽ രോഗം മൂലം കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി ഞാൻ കർത്താവിന്റെ അടുത്ത് മധ്യസ്ഥം പ്രാർത്ഥിക്കുന്നു. നിങ്ങളും മധ്യസ്ഥം പ്രാർത്ഥിക്കുക. നിങ്ങളുടെ കുടുംബത്തിലുള്ളവർക്കും അയൽപക്കത്തുള്ളവർക്കും ആശുപത്രിയിലൊക്കെ ചികിത്സയിലായിരിക്കുന്നവർക്ക്, ഓപ്പറേഷന് വിധേയരാകാൻ പോകുന്നവർക്ക് എല്ലാം കർത്താവ് സൗഖ്യം തരട്ടെ. അനേകർക്ക് കർത്താവിന്റെ സ്നേഹം കിട്ടട്ടെ. അനേകർക്ക് നിത്യജീവൻ അവകാശമാകുവാനായിട്ട് ഈ ഇടയ്ക്ക് സഹായിക്കട്ടെ.
നല്ലൊരു ദിവസത്തിനായിട്ട് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഇത്രയും നേരം ഈ ഇടയഗീതം കേട്ട നിങ്ങൾക്കെല്ലാവർക്കും താങ്ക് യു. ഇനിയും കേൾക്കണം. വരുന്ന ഞായറാഴ്ച നമുക്ക് വീണ്ടും കേൾക്കാം. അതുവരേക്കും നന്ദി, നമസ്കാരം. വിശ്വം കാക്കുന്ന നാഥ, വിശ്വൈകനായക, ആത്മാവിലെരിയുന്ന തീയണയ്ക്കൂ, നിന്നാത്മചൈതന്യം നിറയ്ക്കൂ, ആത്മചൈതന്യം നിറയ്ക്കൂ. വിശ്വം കാക്കുന്ന നാഥ, ഇടയൻ കൈവിട്ട കുഞ്ഞാടുകൾ ഇരുളിൽ കൈത്തിരി തിരയുമ്പോൾ, ഇടയൻ കൈവിട്ട കുഞ്ഞാടുകൾ ഇരുളിൽ കൈത്തിരി തിരയുമ്പോൾ, ആരുമില്ലാത്തവർക്ക് അഭയം നൽകും കാരുണ്യമെന്നിൽ ചൊരിയണമേ, കാരുണ്യമെന്നിൽ ചൊരിയണമേ. വിശ്വം കാക്കുന്ന നാഥ, വിശ്വൈകനായക, ആത്മാവിലെരിയുന്ന തീയണയ്ക്കൂ, നിന്നാത്മചൈതന്യം നിറയ്ക്കൂ, ആത്മചൈതന്യം നിറയ്ക്കൂ. വിശ്വം കാക്കുന്ന നാഥ. അകലാതെ അകലുന്നു സ്നേഹാംബരം, നീ അറിയാതെ പോകുന്നു എന്നൊമ്പരം. അകലാതെ അകലുന്നു സ്നേഹാംബരം, നീ അറിയാതെ പോകുന്നു എന്നൊമ്പരം. അന്യനാണെങ്കിലും എന്റെ ഈ കണ്ണുനീർ, അന്യനാണെങ്കിലും എന്റെ ഈ കണ്ണുനീർ ധന്യമായി തീരട്ടെ നിൻ വീതിയിൽ, ധന്യമായി തീരട്ടെ നിൻ വീതിയിൽ. വിശ്വം കാക്കുന്ന നാഥ, വിശ്വൈകനായക, ആത്മാവിലെരിയുന്ന തീയണയ്ക്കൂ, നിന്നാത്മചൈതന്യം നിറയ്ക്കൂ, ആത്മചൈതന്യം നിറയ്ക്കൂ. വിശ്വം കാക്കുന്ന നാഥ, ഉണരുമീ ആത്മതാപം അറിയുമെൻ ദിവ്യനാഥ, ഉരുകുമീ മനസ്സിൽ നീ പകരണേ ആശാനാഥ. ഉണരുമീ ആത്മതാപം അറിയുമെൻ ദിവ്യനാഥ, ഉരുകുമീ മനസ്സിൽ നീ പകരണേ ആശാനാഥ. ഉണരുമീ ആത്മതാപം. ജഡികമാം മോഹം പോലെ പോയി ഞാൻ
മനസ്സിൽ നീ പകരണേ ആശാനാഥ ഉണരുമീ ആത്മതാപം വരികെ ഞാൻ ദൂരത്തങ്ങേ മിഴികളിൽ വീഴുമ്പോഴേ അനുപമ സ്നേഹത്തോടെ കൈകളാൽ ആശ്ലേഷിച്ചു തനയനാ നൽകി നീ തിരികെയാ ദൈവരാജ്യം തനയനാ